വേണ്ടി Hi Sini. Hi. Welcome back. Welcome to the Pink family. എങ്ങനെ പ്രൊഫൈൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പുത്തൻ വീട് സ്വന്തമായിട്ട് സൂപ്പർവൈസ് ചെയ്ത് അല്ലേ? അതെ, ഞാൻ തന്നെയാണ് സൂപ്പർവൈസ് ചെയ്തത്. ആർക്കിടെക്ട് വേറെ ഉണ്ടായിരുന്നു? ആർക്കിടെക്ട് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ പണിക്കാരും എല്ലാവരും നോക്കേണ്ട ചുമതല സിനിയുടെ. അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഞാൻ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം തന്നെ ചെയ്തത്. ഓ ശരി ശരി, വെരി നൈസ് വെരി നൈസ്. എന്തായാലും ബാക്കി ഉള്ള കമന്റ്സ് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ, ആദ്യം രഞ്ജി ചേച്ചി എടുത്ത് ചോദിക്കാം. രഞ്ജി ചേച്ചി. സിനി, വളരെ സന്തോഷം പിങ്കിൽ വന്നത്. പക്ഷേ ഇതൊക്കെ മാർക്സും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോഴേ ഞാൻ പറയുന്നു. വെൽക്കം ടു ഗൃഹലക്ഷ്മി. താങ്ക് യു. സിനിയുടെ പ്രൊഫൈൽ കണ്ടിട്ട് മനസ്സിലായി ഹസ്ബൻഡ് ഇവിടെ കൂടെ ഉണ്ടാവില്ല. സോ അത് സിനി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഇപ്പം 11 വർഷമായിട്ട് ബിജു പുറത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതെനിക്കൊരു ശീലമായി. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അത് അന്നേരം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം പറയുകയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും സംസാരിക്കുന്നതുകൊണ്ട് എൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറില്ല. ഓക്കെ, സോ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ഒരു ഹസ്ബൻഡിൻ്റെ രീതിയിൽ ഉള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും സിനി ഒറ്റയ്ക്ക് ഇരുന്ന് അത് ഹാൻഡിൽ ചെയ്യുന്നു. എസ്പെഷ്യലി ടീനേജേഴ്സ് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഒരു ഏജ് ഗ്രൂപ്പാണ്. ബിക്കോസ് നമ്മളുടെ സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ക്യാൻ ഗോ റോങ്. ഓക്കെ, സോ അതുകൊണ്ട് സിനി വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ പ്രൊഫൈൽ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി യു ആർ സോ കോൺഫിഡൻറ്റ് ആൻഡ് യു ആർ ഓവർ പവറിങ്. പക്ഷേ ഇരുന്നാലും യു ആർ കൂൾ. ഓക്കെ, സോ അതല്ലേ നമുക്ക് വൺ ഓഫ് ദ ക്വാളിറ്റീസ്. നമ്മൾ സ്ത്രീ മീൻസ് അതൊരു സ്പെഷ്യൽ ക്വാളിറ്റീസ്. സോ സിനി, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ രഞ്ജിനി പറഞ്ഞു ഭർത്താവും ഭാര്യയും കൂടെ കഴിയുന്നവർ, പല ദേശത്ത് കഴിയുന്നവർ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ അനുഭവം പറഞ്ഞു. ഇപ്പം ഞാനൊക്കെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് 10-15 ദിവസം വെളിയിൽ പോകും. അപ്പോൾ പിള്ളേർ വിളിച്ചു ചോദിക്കും എപ്പോൾ വരും അച്ഛാ, എപ്പോൾ വരും അച്ഛാ. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരും. 10 ദിവസം അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ എപ്പോൾ പോകുമോ അച്ഛാ, എപ്പോൾ പോകുമോ അച്ഛാ. ഇതും നടക്കാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും കുറച്ചൊക്കെ അകന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വില, ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ കുറച്ച് വില കിട്ടും. കാരണം കണ്ടിടത്തുനിന്നൊക്കെ തല്ലിപ്പൊളി ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ആ നല്ല ഭക്ഷണം കിട്ടും. അതുകൊണ്ട് ഭാര്യയ്ക്കും വില, ഭർത്താവിനും വില. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ തോന്നും കുറച്ച് അകന്നിരിക്കുന്നതാണ് നല്ലതെന്നും തോന്നാം. അതിനും കുറച്ച് പ്ലസ് പോയിന്റ് ഉണ്ടല്ലേ. പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേക കഴിവ് കാണാറുണ്ട്. കാരണം ഇൻബിൽറ്റ് ആയിട്ട് ഭയങ്കര കഴിവുണ്ട്. നമ്മളെ സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളൊന്നും മടിക്കും, അതവർ ചെയ്യും, ഇവർ ചെയ്യും. ഇല്ലാതിരുന്നാൽ ഇതെല്ലാം ചെയ്യാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട്. പ്രത്യേകിച്ച് അത് സ്ത്രീകളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും പറയും വളരെ തളർന്ന് നമ്മൾ വീട്ടിലോട്ട് വരുന്നു, നമുക്കിനി കിടന്നാൽ മതി. പക്ഷെ ആ സമയത്ത് വീട്ടിലൊരു അത്യാഹിതമോ സംതിങ് എമർജൻസി ഉണ്ടായാൽ നമ്മൾ ഈ തളർച്ചയെല്ലാം മാറി അകത്ത് നട്ടില്ലാനല്ലോ വാട്ട് എവർ ഇറ്റ് ഈസ്. എനിക്ക് എന്ത് വർക്ക് ചെയ്യുന്നില്ല, ഗീതയ്ക്ക് അത് കൂടുതൽ പറയാൻ പറ്റും. കാരണം അങ്ങനെ വർക്ക് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി നമ്മുടെ തളർച്ച മാറി നമ്മൾ അതിലോട്ട് ഇടപെടും. ഇപ്പോൾ ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായി, നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യും. അതുകൊണ്ട് ഈ നമ്മൾക്ക് എന്തെങ്കിലും കുറവുകൾ വരുമ്പോഴാണ് നമ്മുടെ അകത്തെ കൂടുതലായിട്ടുള്ള കഴിവുകൾ പുറത്തു വരുന്നതെന്ന് തോന്നാറുണ്ട്. പലയിടത്തും കാണും. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് സിനിയെടുത്ത് പറയാനുള്ളത്, മൂവാറ്റുപുഴ, തൊടുപുഴ, വാഴക്കുളം ഇത്രയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് ഒരു പൈനാപ്പിളിനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. വാഴക്കുളം കേട്ടാൽ മൊത്തം പൈനാപ്പിൾ അവിടെ. പിന്നെ ഡ്രസ്സ് മാത്രമുണ്ട്, മുള്ളു പോലത്തെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ. പൈനാപ്പിളിനെ ഓർക്കാൻ വേണ്ടി ഇത് സ്ട്രോബെറിയിൽ പൈനാപ്പിളിന് മുള്ളു വളർന്ന പോലെ ഉണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാം. എല്ലാവിധ ആശംസകളും. ഹാവ് എ നൈസ് എപ്പിസോഡ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഗീതാഞ്ജലി മാം, നമ്മൾ 6 പ്രൊഫൈൽസ് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഹസ്ബൻഡ് ദൂരെ ഗൾഫിൽ ഉള്ള ഫസ്റ്റ് വൈഫാണ് സിനി. കേരളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഓൾമോസ്റ്റ് ഹാഫ് ദ വീടുകളിൽ എസ്പെഷ്യലി നോർത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഷോയിൽ ഇങ്ങനെ ഗൾഫിൽ ജോലിയുള്ള ഭർത്താവുള്ള ഒരു ഭാര്യ വന്നത് ഇറ്റ്സ് നല്ലൊരു റെപ്രസെൻറ്റേഷനാണ്. ഹസ്ബൻഡ് ദൂരെ ഉള്ളപ്പം നമ്മൾ വളരെയധികം റിലേറ്റീവ്സിലും നെയ്ബേഴ്സിലും ഒക്കെ ഒത്തിരി ആശ്രയിക്കുന്നുണ്ട്. അപ്പം ആസ് എ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ഭർത്താവ് ഉള്ള ഒരു ഭാര്യയായിട്ട് സിനിക്ക് ഇപ്പം സിനിയുടെ ജീവിതത്തിൽ മാത്രമല്ല സിനിക്ക് പറയാനുള്ളത്, നമ്മൾ പൊതുവെ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നും നെയ്ബേഴ്സിൻ്റെ അടുത്ത്, മോസ്റ്റ്ലി റിലേറ്റീവ്സ്, നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ അടുത്ത് എന്തൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ഫാദറും മദറും തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ബിജുവിൻ്റെ വീട്ടുകാരും മൂവാറ്റുപുഴ തന്നെ താമസിക്കുന്നുണ്ട്. എനിക്ക് എന്തൊരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും
ഏത് സമയത്ത് വിളിച്ചാലും അവരെല്ലാവരും ഉണ്ടാവും. പക്ഷെ ഞാനങ്ങനെ ഒത്തിരി അങ്ങനെ അധികം നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അത്യാവശ്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവരെ വിളിക്കാറുള്ളൂ. സിനി, ഈ പ്രോഗ്രാം ഒരു what you call milestone and also a stepping stone for you. ഒരു ഫോറം തുടങ്ങിക്കോ അല്ലേ? Because like what ഗീതാഞ്ജലി has said, you can be a representative. നമുക്ക് ഒത്തിരി ഗൾഫിലും പ്രേക്ഷകരുണ്ട്. അവിടെ ഭാര്യ പിരിഞ്ഞിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവരുടെ ജീവിതം, ഇവിടെ നാട്ടിൽ ഉള്ള ഭാര്യമാരുടെ ജീവിതം, അതെല്ലാം നമുക്ക് ഈ ഷോയിൽ അവരെയും കൂടെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വേണം സിനി സംസാരിക്കാൻ. ഓക്കെ, That's right. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു രഞ്ജിൻ ചേച്ചി. അപ്പോൾ ഒരു റെപ്രസെന്റേറ്റീവ് ആയല്ലേ? സന്തോഷമായില്ലേ? സന്തോഷമായല്ലോ. അപ്പം നമുക്ക് ടാസ്കിലേക്ക് പോയാലോ? ഓക്കെ, പോവാം. ഇപ്പൊ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല, ടെൻഷൻ വളരെ കൂളാണ്. റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട് വളരെ കൂളാണ്. സോ അടുത്ത ഇനി ടാസ്ക് ഏതാണെന്ന് ശാലിനിയോട് ചോദിക്കാം. ചേച്ചി, മലബാർ ഗോൾഡ് കണ്ടപ്പോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും? പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് സ്വർണ്ണമാണല്ലോ. മാലയൊക്കെ പൊതുവെ എങ്ങനെ എടുക്കാറ്? ഹെവി സിമ്പിൾ ആയിട്ടാണ്. കിളി പോയാൽ പോലും സാരമില്ല. ജയ്ഹിന്ദിന്റെ ഏതെങ്കിലും കോർണറിൽ കിളി പോയിരുന്നാലും കുഴപ്പമില്ല. പിടിച്ചാക്കിട്ട് അതേ രീതിയിൽ പോയി. ആണല്ലേ? ആ പ്രൈസിങ്, ആ ബില്ലെല്ലാം എടുത്ത് നോക്കിയിട്ട് അവർക്കും ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റഡാണോ ലോങ് ആയിട്ടുള്ള സാധനമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അതത്രേ ഉള്ളൂ. കർണാടകത്തിലെ കൂർഗ് ജില്ലയിലെ ഗോണിക്കൊപ്പ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. 9 മണിയായാൽ ഞാൻ എൻ്റെ ഷോപ്പിലേക്കും മക്കൾ ക്ലാസ്സിലേക്കും ഭർത്താവും ജോലിക്ക് പോകും. ഞാൻ ആക്റ്റീവായി ഇരുന്നാല് എനിക്ക് അസുഖത്തിന് അത്ര മൈൻഡിലേക്ക് എടുക്കുന്നില്ല. രാവിലെ തൊട്ട് അൺടിൽ നൈറ്റ് ഉറങ്ങുற വരയ്ക്കും ഫുള്ളി ഓക്യുപ്പൈഡ്.